ഹലോ ഗായ്സ്, നമുക്കിന്നൊരു ഹെൽത്തി മയണീസ് ഉണ്ടാക്കിയാലോ. അതിനായി 2 മുട്ട പുഴുങ്ങിയതിൻ്റെ വെഗ്ഗായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3 പീസ് ഗാർലിക്കും ഇച്ചിരി ഉപ്പും കുറച്ച് വിനിഗറും ഒഴിച്ചിട്ടുണ്ട്. വിനിഗർ ഞാൻ എടുത്തപ്പോൾ ഒന്ന് സ്പില്ലായിപ്പോയി, എന്നാലും ശ്രദ്ധിച്ചൊഴിക്കുമ്പോൾ ഒരടപ്പ് വിനിഗറാണ് ഞാൻ ഒഴിച്ചത്. കൂട്ടത്തിൽ ഞാനൊരു ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. സൺഫ്ലവർ ഓയിൽ നമുക്ക് ആവശ്യാനുസരണം ഒഴിച്ചാൽ മതി. സൺഫ്ലവർ ഓയിൽ ശരിക്കും ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി തിക്കായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതെനിക്ക് ഫസ്റ്റ് ടൈം അറിയില്ലായിരുന്നു. ഞാൻ വീണ്ടും തിക്കായതുകൊണ്ട് വീണ്ടും സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് തന്നെയാണ് ബ്ലെൻഡ് ചെയ്തത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കും തോറും ഇത് കട്ടി കൂടിയാണ് വന്നുകൊണ്ടിരുന്നത്. ശരിക്കും നമ്മളിതിലേക്ക് ഇച്ചിരി പാലോ വെള്ളമാണ് ഇത് ലൂസാക്കാൻ വേണ്ടി ചേർക്കേണ്ടത്. ഇത് കട്ടിയാക്കാനാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പാലൊഴിച്ചത് അടിച്ചപ്പോഴത്തേക്ക് അത് റെഡി ആയിട്ടുണ്ട്. നല്ല ഫൈൻ സ്മൂത്തായിട്ടൊരു ക്രീമി ടെക്സ്ചറിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇച്ചിരി ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഇച്ചിരി മുൻപിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഗാർലിക്ക് നിങ്ങൾ ഒരു പീസ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്തപ്പോൾ ഒരു ശകലം കൂടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നല്ല ഫൈൻ പേസ്റ്റാക്കി എടുത്തു. ചിക്കൻ്റെ കൂടെ കഴിച്ചു വയ്ക്കുമ്പോൾ പക്ഷെ നമുക്ക് ഗാർലിക്കിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫുൾ ഫിനിഷ് ചെയ്തായിരുന്നു, കാരണം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെൽത്തി മയണീസ് തന്നെയാണിത്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബായ്.